ഇന്ന് മോളുടെ സ്കൂളിൽ കൾച്ചറൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ഡ്രസ്സിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ റീജിയൻ്റെ ഏതെങ്കിലും ഒരു ഫുഡ് കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മോള് കസവ് ഡ്രസ്സിലാണ് പോയേക്കുന്നത്. ഓണത്തിന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കസവ് ഫ്രോക്ക് ഉണ്ട്, അത് ഇട്ടുകൊണ്ടാണ് പോയേക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ മലയാളികൾക്ക് എന്നും ഇഷ്ടം പുട്ടും കടലയൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുട്ടും കടലയും കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ബ്രേക്കിന് ഗോബി പറാത്ത കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിങ്ങനെ റോൾ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോബി പറാത്ത എങ്ങനെ ഉണ്ടാക്കിയെന്നും കൂടി ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ തലേദിവസം തന്നെ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ചോപ്പറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേസിക് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, പിന്നെ ആംചൂർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ്, കുറച്ച് അജ്വൈൻ സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയലി, ഇത്രയും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി അത് കഴിഞ്ഞിട്ട് ഈ ഒരു മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ചപ്പാത്തിയും കൂടി വെച്ച് കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തു. ഇതിനി നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്തു. നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈസി മെത്തഡാണ്.